ജോസഫ് ആന്റണി, ലോകം ഇസ്ലാമാബാദ് ചർച്ചകളിലേക്ക് പ്രതീക്ഷയോടുകൂടി നോക്കിയതായിരുന്നു. JD വാൻസ് അടക്കമുള്ളവർ അല്പസമയത്തിനകം പാകിസ്ഥാനിൽ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം അമേരിക്കൻ ഡെലിഗേഷന്റെ ഭാഗമായിട്ടുള്ള 6 വിമാനങ്ങൾ ഇസ്ലാമാബാദിൽ റാവൽപിണ്ടിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരു നിർണായക ചർച്ച നടക്കാനിരിക്കുകയാണ്. അതിലൊരു പരിഹാരം ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കെ മണിക്കൂറുകൾക്ക് മുമ്പ് ഗൾഫ് ഓഫ് ഒമാനിൽ ഒരു ഇറാൻ വാണിജ്യ കപ്പൽ പിടികൂടുക വഴി അമേരിക്ക ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഈ സമാധാനം ഇപ്പോൾ വരണ്ട എന്ന് തന്നെ ആയിരിക്കുമോ? ഈ വെടിനിർത്തൽ കരാർ തന്നെ വാസ്തവത്തിൽ ഒരു വികലമായ വെടിനിർത്തൽ കരാറാണെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ സീസ് ഫയറിനെ ഒരു ഗൺ പോയിന്റ് സീസ് ഫയർ എന്നൊക്കെ നമുക്ക് വിളിക്കാം. തോക്കിൻ മുനയിലുള്ള ഒരു വെടിനിർത്തൽ കരാറാണ്. അതിൻ്റെ കാരണം ഈ അമേരിക്കൻ പ്രസിഡന്റ് പിന്തുടരുന്ന ഒരു വിദേശ നയ രീതിയുണ്ട്. ആ വിദേശ രീതി എന്ന് പറയുന്നത് നമ്മൾ 1980-കളിലൊക്കെ കണ്ടിരുന്ന റാംബോ സിനിമകളുണ്ട്. അതായത് ഒറ്റയ്ക്ക് ഓപ്പറേഷൻ നടത്തി എല്ലാം വിജയിപ്പിക്കുക, അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നേടുക, ആ ഓപ്പറേഷനിൽ യാതൊരുവിധ നിയമങ്ങളും പാലിക്കാതിരിക്കുക, ഇതൊക്കെയായിരുന്നു റാംബോ സിനിമയുടെ ഒരു പ്രത്യേകത. ഏതാണ്ട് ആ സ്റ്റൈലിലുള്ളൊരു വിദേശ നയമാണ് ട്രംപ് പിന്തുടരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ പറയുന്നതിനനുസരിച്ച് എല്ലാവരും നിൽക്കണം, അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ മതി എന്ന ഒരു രീതിയാണ് അദ്ദേഹം ഈ വെടിനിർത്തൽ കരാറിൻ്റെ സന്ദർഭത്തിലും പിന്തുടരുന്നത്. ഈ വെടിനിർത്തൽ കരാറിൽ സാധാരണ പാലിക്കപ്പെടേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വെടിനിർത്തൽ കരാറിൻ്റെ കാലത്ത് ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ഒരു സംഘർഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടങ്ങുന്നതെങ്കിലും ഈ ഹോസ്റ്റലിറ്റീസ്, ഈ ശത്രുതാ മനോഭാവത്തിലോട് നടപടികൾ ഈ വെടിനിർത്തൽ കരാർ കാലത്ത് എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഒന്ന് കാര്യം. രണ്ടാമത്തത്, ഈ വെടിനിർത്തൽ കരാറിന് എന്തൊക്കെയാണ് കൃത്യമായി എന്തൊക്കെയാണ് നമ്മൾ ഈ പാലിക്കപ്പെടേണ്ടത്, എന്തൊക്കെയാണ് നിബന്ധനകൾ വെടിനിർത്തൽ കരാറിൻ്റെത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലല്ല വാസ്തവത്തിൽ ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നത്. 3, ഈ വെടിനിർത്തൽ കരാറിൽ ലംഘനമൊക്കെ ഉണ്ടാവാം, പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇതിനൊരു മധ്യസ്ഥരുണ്ടാവും. അതായത് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഉടൻ തന്നെ ഇടപെട്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥർ. അത്തരം മധ്യസ്ഥരാരും അതായത് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചർച്ച ചെയ്താണ് ഈ കാര്യങ്ങളിലേക്ക് വന്നത്. ഇത് കൃത്യമായി ഇടപെട്ടുകൊണ്ട് അമേരിക്കയോട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറയാൻ ശേഷിയുള്ള ഒരു വിഭാഗമില്ല. അപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ളൊരു വേഗ്നെസ്, ഒരു അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ട്രംപിന് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. അതാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം വെടിനിർത്തൽ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്തു. അങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ എന്താണ് പറയുന്നത്, ഡബിൾ ലോക്ക് ഇട്ട് പൂട്ടുക എന്ന് പറയുന്നത്, നിങ്ങൾ തുറന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അടയ്ക്കും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നിലപാടിലേക്കാണ് ട്രംപ് വന്നത്. സ്വാഭാവികമായിട്ടും ഇത് സംഘർഷങ്ങൾ രൂക്ഷമാകുന്നതിന് യാതൊരു പ്രശ്നമില്ലല്ലോ. അതായത് തുറന്ന് ലോകത്തൊട്ടാകെ ഈ ഒരു ആശ്വാസത്തോടു കൂടിയിട്ടാണ് കണ്ടത്. ഹോർമുസ് കടലിടുക്ക് തുറന്നു. അങ്ങനെ തുറന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണ വില കുറഞ്ഞു, അങ്ങനെയുള്ള ഒരു സമാധാനം വരാൻ പോകുന്നുള്ള പ്രതീക്ഷ ഉണ്ടായി. പെട്ടെന്ന് അത് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള പ്രസിഡന്റ് അദ്ദേഹം. അതായത് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് ഞാൻ ചെയ്യും, അത് ചെയ്യുന്നതിന് തടയുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിലോ അദ്ദേഹത്തിന് മുകളിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന സംവിധാനങ്ങളോ ലോകത്തില്ല എന്നുള്ളതാണ് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ അപകടം. അൺപ്രഡിക്റ്റബിൾ ആയി കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് പറയുമ്പോൾ ഇന്ന് BBC പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട്. അത് ഈ ട്രംപിന്റെ ഓരോ നാടകീയമായ പ്രഖ്യാപനങ്ങൾക്ക് മുൻപും ഇൻസൈഡർ ട്രേഡിംഗ് നടക്കുന്നു, വലിയ ബെറ്റിംഗ് നടക്കുന്നു. ഈ ട്രംപിന്റെ നാടകീയമായ പ്രഖ്യാപനങ്ങൾക്ക് ശേഷം പിന്നെ അത് ഓഹരി വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്കിടയാക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മൾ ക്രിക്കറ്റ് കളിയിൽ മാച്ച് ഫിക്സിംഗ് ഉണ്ടല്ലോ. 5ാമത്തെ ഓവർ ഇന്ന ബോളർ എറിയും, അതിൽ ആദ്യത്തെ ബോൾ വൈഡ് ആയിരിക്കും, 5ാമത്തെ ബോൾ നോ ബോൾ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ബെറ്റ് വെക്കുന്ന ബെറ്റിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്, മാച്ച് ഫിക്സിംഗ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേമാതിരി അമേരിക്കൻ പ്രസിഡന്റ് ഒരു മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് തോന്നിക്കുന്ന വിധത്തിൽ BBC പോലെ ലോകത്ത് തന്നെ ക്രെഡിബിലിറ്റി ഉള്ള ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ സാമ്പത്തിക മാർക്കറ്റിൽ വലിയ പണം മറയുന്നുണ്ട് ട്രംപിന്റെ ഓരോ തീരുമാനത്തിനൊപ്പവും. അല്ല, അത് ഈ BBC തന്നെ 5 സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ തരത്തിലുള്ള ഈ അദ്ദേഹത്തിനോട് അടുപ്പമുള്ള ആളുകൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ചോർന്നു കൊടുക്കപ്പെടുന്നു എന്നുള്ള തരത്തിലേക്ക് വന്നത്. അപ്പം നമുക്ക് ജാരദ് കുഷ്ണർ, അദ്ദേഹത്തിന്റെ മരുമകൻ ഇൻവെസ്റ്റ്മെന്റുള്ള നിരവധി കമ്പനികളിൽ കോടിക്കണക്കിന് ബില്യൺ ഡോളറിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ടുള്ള നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ചോർന്നു, ആ തീരുമാനങ്ങൾക്ക് തൊട്ടു മുമ്പായി
ചോർന്നു കൊടുക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ മാനസിക നിലയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കസിനായിട്ടുള്ള മേരി ട്രംപ് ഈ അടുത്ത ദിവസങ്ങളിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അവർ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ മാനസിക നില, അതായത് കോഗ്നിറ്റീവ് ഡിക്ലൈൻ, അതായത് കാര്യങ്ങൾ മനസ്സിലാക്കി അത് തീരുമാനിക്കാനും വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ തീരുമാനിക്കാനും നടപ്പിലാക്കാനുമുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാതെ വരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പിതാവിനും ഇത്തരമൊരു പ്രശ്നം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മേരി ട്രംപ് പ്രസ്താവനയുമായിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു അമേരിക്ക പോലെയുള്ള രാജ്യത്തിന്റെ ഭരണാധികാരി അവരെടുക്കുന്ന തീരുമാനങ്ങൾ ലോകത്തെ ഒട്ടാകെ സാമ്പത്തിക രാഷ്ട്രീയ കാര്യങ്ങളിൽ അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന്റെ സമനിലയെ സംബന്ധിച്ച്, ഇദ്ദേഹത്തിന്റെ മനോനിലയെ സംബന്ധിച്ച് കൃത്യമായ പരിശോധന നടത്തണമെന്നും അമേരിക്കയിൽ ഒരു വലിയ ചർച്ചയാവുന്നുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയിലെ 25ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള അപകടകാരികളായിട്ടുള്ള തീരുമാനമെടുത്ത് നടപ്പിലാക്കാൻ കഴിയാത്ത ഭരണാധികാരികളെ മാറ്റാനുള്ള 25ാം ഭരണഘടനാ ഭേദഗതി നടപ്പിലാക്കണം എന്നുവരെയുള്ള ചർച്ചകൾ അമേരിക്കയിൽ ഇപ്പോൾ വളരെ സജീവമായി നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും.